ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മൊഴിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന തിരുവചനങ്ങൾ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതിരുന്നത് കൊണ്ട് തൻ്റെ വള്ളമടിപ്പിച്ച് വല കഴുകി വൃത്തിയാക്കി തിരികെ വെച്ച് ഭവനത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ശിമയോൻ്റെ അടുക്കിലേക്ക് ഗുരുനാഥൻ കടന്നു വരികയാണ്. തനിക്ക് ജനങ്ങളെ പഠിപ്പിക്കാനായിട്ട് വഞ്ചി ഒരല്പം ദൂരേക്ക് മാറ്റിയിടാനായിട്ട് ശിമയോനോട് പറയുകയാണ്. ക്ഷീണിതനായിരുന്നിട്ട് കൂടെ ഗുരുനാഥൻ പറഞ്ഞതല്ലേ എന്ന് കരുതി അദ്ദേഹം അതുപോലെ തന്നെ കേൾക്കുകയാണ്. ആ വള്ളത്തിലിരുന്നു കൊണ്ട് ഗുരു പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ശിമയോനും കേട്ടിരിക്കുകയാണ്. പഠിപ്പിച്ചതിന് ശേഷം പിന്നീടും ഗുരുനാഥൻ ഈശോ ഒരിക്കൽ കൂടെ ശിമയോനോടൊരു കാര്യം പറയുകയാണ്. ആഴത്തിലേക്ക് ഇറക്കി വല എറിയുക. ശിമയോൻ ഒരല്പം മടിച്ചു. എന്നിരുന്നാലും ഈശോയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എന്നിരുന്നാലും അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാനിത് ചെയ്യാം. അങ്ങനെ ഗുരുവിൻ്റെ വാക്ക് കേട്ട്, ഈശോയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അതേപോലെ ചെയ്യുകയാണ്. അവന് ഒത്തിരി മത്സ്യങ്ങൾ കിട്ടിയെന്നാണ് സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നത്. നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു വചനത്തെ ഒന്ന് ധ്യാനിക്കാമെന്ന് കരുതുകയാണ്. ശിമയോന് തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ മത്സ്യങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ, ആ രാത്രിയിൽ നല്ല രീതിയിൽ മത്സ്യങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ ആ മത്സ്യവും കൊണ്ട് അവൻ ചന്തസ്ഥലത്തേക്ക് പോകുമായിരുന്നിരിക്കാം. അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ആ മത്സ്യങ്ങളൊക്കെ വിറ്റ് ഭവനത്തിലേക്ക് സന്തോഷത്തോടുകൂടെ മടങ്ങുമായിരിക്കാം. എന്നാൽ അത് ലഭിക്കാതിരുന്നത് കൊണ്ട് ഇവിടെ ഒരു അത്ഭുതമായിട്ട് അത് മാറുകയാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കേണ്ടുന്ന ഒരു കാര്യം, ശിമയോന് അത്രയും നേരം നിരാശയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇത്രയധികം ശ്രമിച്ചിട്ടും, രാത്രി മുഴുവൻ ശ്രമിച്ചിട്ടും ഒരു അല്പം പോലും ലഭിക്കാതിരുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നഷ്ടധൈര്യനായിട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങാനായിട്ട് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയത്. എന്നാൽ യേശു പറഞ്ഞത് കേട്ടുകൊണ്ട് ഒരിക്കൽ കൂടെ ശ്രമിക്കാൻ തയ്യാറായപ്പോൾ ശിമയോന്റെ ജീവിതം തന്നെ മാറിമറിയുകയാണ്. ശിമയോന് മനസ്സിലാകുന്നുണ്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അത് കേവലം ഒരു മനുഷ്യനല്ല, എന്തോ ഒരു വ്യത്യസ്തത ഈ വ്യക്തിയിലുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈശോയുടെ മുമ്പിൽ മുട്ടിൽമേൽ നിന്നുകൊണ്ട് പറയുന്നത്, എൻ്റെ അടുക്കൽ നിന്ന് അകന്നു പോകണമേ, ഞാനൊരു പാപിയാണ്. ഈശോയുടെ ദൈവികത മനസ്സിലാക്കാനായിട്ട് ശിമയോന് സാധിച്ചു തുടങ്ങുന്നത് ആ ഒരു നിമിഷം മുതലാണ്. ഇതിന് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കൂടെ ഒന്ന് ചേർത്ത് വെച്ച് വായിക്കാം എന്ന് കരുതുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ഒത്തിരിയേറെ അധ്വാനങ്ങൾ, നമ്മൾ കുറേയധികം ശ്രമിച്ചിട്ടും ചില സമയത്ത് നമ്മുടെ അധ്വാനം ഫലം കാണാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഞാൻ ഇത്രയധികം ശ്രമിച്ചിട്ടും ഇത് ലഭിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് മറ്റൊരു ശ്രമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിളിയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്കെപ്പോഴും സാധിക്കണം. ഒന്ന് ശ്രമിച്ചു, 2 പ്രാവശ്യം ശ്രമിച്ചു, ഒത്തിരി തവണ ശ്രമിച്ചു, ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല എങ്കിൽ വീണ്ടും വീണ്ടും ശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈശോ പറയുന്നത് വിശ്വാസത്തോടുകൂടെ നമ്മൾ ആഗ്രഹിക്കുകയും അതിലേക്ക് കൂടുതൽ കൂടുതൽ തീക്ഷ്ണമായിട്ട് അടുക്കുകയും ചെയ്യണം. ചിലപ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ചില സാഹചര്യങ്ങളായിരിക്കാം ഓരോ പരാജയങ്ങളും നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുന്നത്. ശിമയോന്റെ ജീവിതത്തിലേക്ക് യേശുനാഥൻ കടന്നു വന്നത് ആ രാത്രിയിൽ ആ ഒരു വലിയ പരാജയത്തോടു കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറിപ്പോയത് ആ കണ്ടുമുട്ടലിലൂടെയാണ്, ആ പരാജയത്തിലൂടെയുള്ള കണ്ടുമുട്ടലിലൂടെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഈ ഒരു ചിന്തയിൽ ആയിരിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ നഷ്ടധൈര്യരാകാതെ, പ്രത്യാശ അറ്റുപോകാതെ, പ്രത്യാശയോടുകൂടെ ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട്
പരിശ്രമിച്ചു കൊണ്ടിരിക്കാനായിട്ട് നമുക്കെപ്പോഴും നമുക്ക് തയ്യാറാകാം. ഇതിനു വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, പ്രത്യാശയോടുകൂടെ വിശ്വാസത്തോടുകൂടെ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എന്താണ് തിരഞ്ഞെടുക്കേണ്ടുന്നതെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ആ ഒരു ബോധ്യത്തോടുകൂടെ ജീവിതം മുന്നോട്ട് നയിക്കുകയും ഈശോയിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിന് ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.